നിങ്ങൾക്കറിയാം, ആകെ ഇന്ത്യ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം, സംസ്ഥാനത്തു നിന്നാണ് വരുമാനം. ആ വരുമാനത്തിൽ അതിൻ്റെ ഒരു മേജർ ഭാഗം കേന്ദ്രം ചിലവാക്കാൻ എടുക്കും, ആയിക്കോട്ടെ, ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് 41% ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ അനുസരിച്ച് താഴോട്ട് കൊടുക്കുന്നത്. ആകെ 100 രൂപ കിട്ടുന്നത് 41 കൊടുക്കുന്നുള്ളൂ. ആ 41 രൂപയിൽ നിന്ന് കിട്ടുന്ന പെർസെൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ 1.92. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ആകെയുള്ള വരുമാനത്തിൻ്റെ 41% താഴോട്ട് കൊടുക്കണം എന്നാണ് കണക്ക്. പക്ഷേ ഇതിനകത്ത് കണക്ക് കൂട്ടാത്ത വേറെ ചില വരുമാനമുണ്ട്. ഉദാഹരണത്തിന് പെട്രോളിയം സെസ് അവർ പിരിക്കുന്നുണ്ട്, വലിയ തുകയാണ്. മറ്റ് ചില സെസ്സുകൾ പിരിക്കുന്നുണ്ട്. സെസ്സുകളൊന്നും, സർചാർജും സെസ്സും ഈ ഡിവിസിബിൾ പൂളിൽ വരില്ല, വിതരണം ചെയ്യേണ്ട പണത്തിൽ വരത്തില്ല. ആ പണം കൂടെ ചേർന്നാൽ ഇതിനേക്കാളും എത്രയോ അധികം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ആകെയുള്ള വരുമാനത്തിൻ്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 29.6% 41%, ആകെയുള്ള വരുമാനത്തിൻ്റെ 41% താഴോട്ട് തരുന്നതെന്നാണ് കണക്ക്. യഥാർത്ഥത്തിൽ അത് 29.6% ഉള്ളൂ. കാരണം എന്താ? ഈ 5-8 ലക്ഷം കോടി രൂപ സെസ്സായിട്ട് പിരിക്കുന്നത് ഇതിനകത്ത് ഇടില്ല. കാരണം സർചാർജും സെസ്സും ഡിവിസിബിൾ പൂളിൽ വരില്ലെന്നാണ് നിയമം. അത് ഒരു പ്രൊവിഷൻ അനുസരിച്ചിട്ട് അങ്ങനെ വരിക. നേരത്തെ UPA ഗവൺമെൻറ് ആയിരുന്ന സമയത്ത്, നേരത്തെയുള്ള ഗവൺമെൻറ്റുകളുടെ കാലത്തും സെസ്സുണ്ട്. അന്ന് 9.4% ആകെ സെസ്സായിട്ട് പിരിക്കുന്നത്. ഇപ്പോൾ അത് 22.8 എന്ന നിലയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ആകെയുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ 22.8% എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി രൂപയാണ്. അത് സെസ്സും സർചാർജുമായിട്ട് പിരിക്കും. അത് സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ പിരിക്കുന്നതാണ്. അത് സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കില്ല. ഇങ്ങനെ ഉള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ധനകമ്മീഷൻ്റെ ഈ വരുന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ടതാവുന്നത്. അതിനകത്ത് സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനമാണ്. സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രിമാർ, അതുപോലെ തന്നെ സെക്രട്ടറിമാർ, നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങൾ അറിയാവുന്ന എക്കണോമിസ്റ്റുകൾ, അതിനകത്ത് നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് ശ്രീ അരവിന്ദ് സുബ്രഹ്മണ്യൻ അടക്കം വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ BJP ഗവൺമെൻറ്റിൻ്റെ അദ്ദേഹത്തിന് അതിൻ്റെ അഡ്വൈസറായിരുന്നു. പിന്നീട് അദ്ദേഹം ആ ഗവൺമെൻറ്റുമായിട്ടുള്ള നയങ്ങളും അഭിപ്രായ വ്യത്യാസം കാരണം ഇപ്പോൾ എന്തായാലും അഡ്വൈസറല്ല. ശ്രീ അരവിന്ദ് സുബ്രഹ്മണ്യൻ വളരെ പ്രശസ്തനാണ്. അപ്പോൾ ഇതേപോലെയുള്ള ലിസ്റ്റിനകത്തുണ്ട്. ഇവരുൾപ്പെടെ പങ്കെടുക്കുന്നത്, ഇതുപോലുള്ള ആളുകളെല്ലാം പങ്കെടുക്കുന്ന തരത്തിലേക്കാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. രാജ്യത്ത് 16ാം ധനകാര്യ കമ്മീഷനും ഫിസ്ക്കൽ ഫെഡറലിസവും സ്റ്റേറ്റുകളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസും സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ആദ്യത്തെ ഈ ഘട്ടത്തിൽ ആദ്യമായിട്ട് നടക്കുന്നൊരു കോൺക്ലേവാണ്, ചർച്ചയാണ്, യോഗമാണ് കേരളത്തിൽ നടക്കുന്നത്. അത് വളരെ വലിയൊരു തരത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പോസിറ്റീവായി മാറ്റുന്നതിന്, ആരോഗ്യപരമായി മാറ്റുന്നതിന് സഹായിക്കുന്ന ഒന്നായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും പിന്തുണയും വേണം. ഇത് വളരെ പെട്ടെന്നാണ് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞങ്ങൾ തുടങ്ങിയിരുന്നു കുറേ മുമ്പ് തന്നെ. അപ്പോൾ ഇതിനൊക്കെ കേരളത്തിൽ തന്നെ നമുക്ക് നേരത്തെ ഒന്ന് ആലോചിക്കുന്ന സമയത്ത് പിന്നെ കാലാവസ്ഥയുടെ ഇപ്പോൾ പ്രശ്നമൊക്കെ നേരത്തെ വന്നിരുന്നു. പിന്നെ എല്ലാവരുടെയും കൂടെ സമയം കിട്ടി. ഇപ്പോൾ നമുക്ക് ഓണത്തിന് തൊട്ട് മുമ്പ് തന്നെ എല്ലാവരും കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പ് നേരത്തെ തുടങ്ങിയിരുന്നു. പങ്കെടുക്കാനുള്ള ആളുകളുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ പിന്തുണയും ഉണ്ടാവണം എന്ന് പറയാനാണ്.